ഇന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ പൂരക കോണുകളും അനുപൂരക കോണുകളെയും കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണെന്ന് നോക്കാം. രണ്ട് ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആൻസർ കിട്ടുകയാണെങ്കിൽ ആ രണ്ട് ആംഗിളുകളിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ പൂരക കോണുകളെന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ആംഗിൾ എയും ബിയും വരച്ചിട്ടുണ്ട്. ആംഗിൾ എ 45 ഡിഗ്രിയും ബിയും 45 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ട് ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 + 45 അപ്പോൾ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇനി അടുത്തത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആംഗിൾ സി 70 ഡിഗ്രിയും ആംഗിൾ ഡി 20 ഡിഗ്രിയും ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇത് 70 + 20 അപ്പോഴും 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഇങ്ങനെ അഡ്ജസൻ്റ് ആംഗിൾസ് ആവണമെന്നില്ല, രണ്ടും അടുത്ത് കിടക്കണമെന്നില്ല. സെപ്പറേറ്റ് ആംഗിൾസ് ആണെങ്കിലും അതിനെ ആ രണ്ട് ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. രണ്ട് ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ആ രണ്ട് ആംഗിളുകളിനെ നമുക്ക് സപ്ലിമെൻ്ററി ആംഗിൾസ് അഥവാ അനുപൂരക കോണുകൾ എന്ന് വിളിക്കാം. ഇവിടെ ആംഗിൾ എ 100 ഡിഗ്രിയും ബി 80 ഡിഗ്രിയും ആണെങ്കിൽ ആംഗിൾ എയും ബിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ എനും ബിനും അനുപൂരക കോണുകൾ എന്ന് വിളിക്കാം. ഇനി അടുത്ത എക്സാമ്പിളിൽ ആംഗിൾ പി 110 ഡിഗ്രിയും ആംഗിൾ ക്യൂ 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ പിനും ആംഗിൾ ക്യൂനും അനുപൂരക കോണുകളാണെന്ന് പറയാം. ഇവിടെയും രണ്ട് ആംഗിളുകൾ ഒരുമിച്ച് ആവണമെന്നില്ല, അതായത് അഡ്ജസൻ്റ് ആംഗിളുകൾ ആവണമെന്നില്ല. സെപ്പറേറ്റ് ആംഗിൾ ആണെങ്കിലും രണ്ട് ആംഗിളുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് പറയാം.